അബദ്ധത്തിൽ തൻ്റെ കുഞ്ഞ് കടയ്ക്കുള്ളിൽ പെട്ട് കടയുടമ കടയും പൂട്ടി വീട്ടിൽ പോയാൽ അമ്മയ്ക്ക് എങ്ങനെ സമാധാനമായി ഇരിക്കാൻ പറ്റും അല്ലേ? അതാണ് ഇനി പറയാനുള്ളത്. കടയ്ക്കുള്ളിൽ പെട്ടുപോയ നായ്ക്കുട്ടി തിരികെ അമ്മയുടെ അടുത്തെത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 3 മണിക്കൂറിന് ശേഷമാണ് കടയുടമ എത്തി കട തുറന്ന് നായ്ക്കുട്ടിയെ പുറത്തെത്തിച്ചത്. ജ്യോതിഷ് ചേരുന്നു. ഒപ്പം ഗുഡ് മോർണിംഗ് ജ്യോതിഷ്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. മനുഷ്യന്റെ കരളലിയിക്കുന്ന, കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണല്ലേ ആ കുഞ്ഞ് കടയ്ക്കുള്ളിൽ പെട്ടുപോയിട്ട് അങ്ങനെ കാത്തിരിക്കുകയും പിന്നെ ഈ കടയുടമയുടെ കനിവും എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏതായാലും തുറന്ന് ആ കുഞ്ഞിനെ പുറത്തിറക്കി കൊടുത്തതും അവർ തമ്മിൽ ചേരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും എടുത്തു പറയാതിരിക്കാനേ കഴിയുന്നില്ല. ജ്യോതിഷ്, ഇത് എവിടെയാണ് സംഭവിച്ചത്? മോത്തി, അതിനു മുമ്പ് ചോദിക്കാൻ, മോത്തിയുടെ വീട്ടിൽ ഇത്തരത്തിലേതെങ്കിലും വളർത്തു മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഇപ്പോഴില്ലെങ്കിലും ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അതുകൊണ്ട് വളരെ ഹൃദയത്തിൽ തട്ടിയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ കണ്ടത്. കാരണം വീട്ടിൽ വളർത്തുന്നതല്ല എങ്കിൽ പോലും ഞങ്ങൾ കുറച്ച് വീട്ടുകാർക്ക് കൂടി ചേർന്ന് അവിടെയൊക്കെ വളരുന്നൊരു നായയുണ്ട്. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വളരെ സുരക്ഷിതമായി ഞങ്ങളെല്ലാം പൊന്നുപോലെ പോറ്റുന്ന നായയാണ്. അതിനുണ്ട് കുഞ്ഞു മക്കളായി കഴിഞ്ഞ ഉടൻ അത് നമ്മളെയൊക്കെ വന്ന് വിളിക്കും ഈ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി. സാധാരണ നായയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ തൊടാൻ സമ്മതിക്കില്ല എന്നല്ലേ. പക്ഷെ ഈ നായ അങ്ങനെയല്ല, സ്നേഹത്തോടു കൂടി നമ്മളെ വന്ന് വിളിക്കും. നമ്മളതിനെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം അത്. അതെ മോത്തി, അത് തീർച്ചയായിട്ടും മൃഗങ്ങൾ വീട്ടിൽ വളർത്തുക അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ളൊരു സ്നേഹം, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും രസകരമായിട്ട് ഇത്രയും ഒരു സ്നേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു വീട്ടിലൊരു മൃഗം, എന്തെങ്കിലും ഒരു വളർത്തുമൃഗത്തെ വളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു പ്രഷറും നമ്മുടെ ജോലിഭാരവും എല്ലാം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതിൽ തീർച്ചയായിട്ടും ആ ഒരു കാത്തുനിൽപ്പ്, അതിനെ സഹായിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ മനുഷ്യൻ്റെ ഒരു സ്നേഹം തന്നെ എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ ഒരു കാലത്ത് വലിയ തോതിൽ മൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതായത് ഈ നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് നേരെ സ്ഥിരമായിട്ട് ആക്രമണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ വീഡിയോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അമ്മ എന്നത് തീർച്ചയായിട്ടും ഇപ്പം മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ഒരു കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം, അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒന്ന് തന്നെയാണ്. സ്നേഹം എന്ന മറ്റൊരു അർത്ഥമൊന്നുമില്ല, ഒരേ ഒരു അർത്ഥം തന്നെയുള്ളൂ. ആ ഒരു അർത്ഥത്തിൻ്റെ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ ആ മൃഗത്തിനെ സഹായിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു നല്ലൊരു സന്ദേശമാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മൃഗീയമായിട്ട് ഉള്ള പല സംഭവങ്ങളെ നമ്മൾ മൃഗീയം എന്ന് വർണ്ണിച്ചുകൊണ്ട് നമ്മളതിനെ അതിൻ്റെ ഒരു ക്രൂരത, ആ ഒരു ഡെപ്ത് നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷേ മൃഗങ്ങളുടെ ഇടയിലുമുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു കാഴ്ച, അത് ആണ് നമുക്ക് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹം അത് മൃഗമായാലും മനുഷ്യനായാലും ജ്യോതിഷ് പറഞ്ഞ ആ പോയിന്റ് വളരെ കറക്റ്റാണ്.